ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജീവിക്കാൻ പല വേഷങ്ങളും കിട്ടും. ജീവിക്കാനല്ലേ, കെട്ടിക്കോട്ടെ. പക്ഷേ അങ്ങനെ വേഷം കെട്ടിയിട്ട് വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ട് വിശ്വാസികളെ നാണിപ്പിക്കുന്ന രീതിയിൽ വേദവിപരീതം പ്രവർത്തനം നടത്തുന്നത് ശരിയാണോ? കള്ളം പറയാത്തവർ ലോകത്താരും ഉണ്ടായിരിക്കില്ല. കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ പറയും. പക്ഷേ കള്ളങ്ങൾ മാത്രം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത് ശരിയാണോ? കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറയുക, ഇതൊന്ന് കണ്ടു നോക്കാൻ. പെന്തക്കോസ്ത് സമൂഹത്തെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണെന്ന്. ഒരു പെന്തക്കോസ്ത് സുവിശേഷകനായി പ്രവർത്തിക്കുവാനോ വിശ്വാസികളുടെ ഇടയിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിലേക്കോ ഇറങ്ങിച്ചെല്ലാനോ പറ്റുന്നില്ല എന്ന്. പച്ച നുണകൾ പടച്ചുവിട്ട് ആർക്കും മനസ്സിലാകാത്ത അന്യഭാഷയെന്നും പറഞ്ഞ് വിളിച്ചുകൂവി സ്റ്റേജിൽ കയറി നിന്ന് ചവിട്ട് നാടകം കളിക്കുന്നവരാണ് വലിയ കരിസ്മാറ്റിക്, അത്ഭുതങ്ങൾ, രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ ആളുകളെ വിഡ്ഢികളാക്കുന്നത്. ഒരിക്കലും നടക്കാത്ത ഈ പച്ച നുണകൾ കേട്ട് വിശ്വസിച്ച് അതിൽ വീണിട്ട് കയ്യിലുള്ള കാശും പോയി കയ്യും കാലും ഇട്ടടിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങളുമായി അതിൽ പലരും ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് ചുറ്റും മാന്യമായി സുവിശേഷ വേല ചെയ്യുന്ന എത്രയോ പെന്തക്കോസ്ത് പാസ്റ്റർമാരുണ്ട്, സുവിശേഷകരുണ്ട്, ബ്രദർമാരുണ്ട്. പണ്ടുള്ള പാസ്റ്റർമാർ ഇതുപോലെ തുള്ളർ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ടോ? അവർ തുള്ളുന്നത് കണ്ടിട്ടുണ്ടോ? അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രതിഫലത്തിന് വേണ്ടിയായിരുന്നില്ല. ഇപ്പോഴങ്ങനെയാണോ? ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റർ അയച്ചു തന്ന ഒരു വീഡിയോ, അത് കണ്ടപ്പോൾ ഇത്രയും ഊളത്തരം കാണിക്കുമോ എന്ന് സംശയിച്ചു പോയി. അതും കർത്താവിൻ്റെ പേരിൽ. ആ വീഡിയോയിലെ പ്രസംഗകൻ പറയുക, കൊച്ചിൻ്റെ റബ്ബർ കൊണ്ടുവന്ന ദൂതൻ, പാസ്പോർട്ട് എടുത്ത് കൊണ്ടുവന്ന് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ വെച്ച ദൂതൻ, ഇയർ റിങ് തപ്പിപ്പിടിച്ച് കൊടുത്ത ദൂതൻ, ഇങ്ങനെ പോകുന്നു വങ്കത്തരങ്ങൾ. അതായത് വളരെ നാളുകളായി കാണാതിരുന്ന പാസ്പോർട്ട് ഒരു സുപ്രഭാതത്തിൽ ദൂതൻ കൊണ്ടുവന്ന് തലയണയുടെ അടിയിൽ കൊണ്ടുവച്ചിട്ട് പോയെന്ന്. തലയിൽ ആൾതാമസമുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുമോ? ഈ വീഡിയോയിൽ ഇടയ്ക്കിടെ ദൂതൻ 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 എന്ന് പറയുന്നത് ഭൂതം 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 എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്രയും വിഡ്ഢിത്തം പറഞ്ഞ ആളുകളെ പൊട്ടരാക്കാൻ ശ്രമിക്കുമോ? ഏതായാലും ഇവർക്ക് കളഞ്ഞുപോയത് കണ്ടുപിടിക്കുന്ന പുണ്യാളൻ സേവ വാസ്തവമായി ഉണ്ടെങ്കിൽ ആ IPC സഭയുടെ ആവിയായി പോയ ആധാരം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കട്ടെ. പറ്റുമെങ്കിൽ അത് മോഷ്ടിച്ച കള്ളനെയും കൂടെ കണ്ടുപിടിച്ചാൽ എത്രയോ ഉപകാരമായിരുന്നു. അതുപോലെ KSRTC ബസ്സിൽ നിന്ന് കാണാതെ പോയ ചിപ്പ് കണ്ടുപിടിക്കാമോ? ചിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. യദു എന്ന ഡ്രൈവർ ഓടിച്ചുകൊണ്ട് വന്ന KSRTC ബസ് തിരുവനന്തപുരത്തെ മേയറും അവരുടെ ഭർത്താവും തടഞ്ഞു നിർത്തി യദുവുമായിട്ട് വാക്കുതർക്കം ഉണ്ടാവുകയും ആ ബസ്സിലെ ചിപ്പ് കാണാതെ പോവുകയും ചെയ്തു. ആ ചിപ്പ് ഇവരൊന്ന് കണ്ടുപിടിച്ച് കൊടുത്താൽ പോലീസുകാരുടെ പണി കുറച്ച് കുറഞ്ഞേനെ. മുഖ്യമന്ത്രി ഒരു അവാർഡും കൊടുത്തേനെ. വിലപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുന്ന പാസ്റ്റർ കൊള്ളാം. എന്നാൽ പിന്നെ വിശ്വാസത്തിൽ വന്ന ആളുകളിൽ മിക്കവരും പിന്മാറിപ്പോയില്ലേ? അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാമോ? 1 കോടി രൂപയുടെ ലോട്ടറി തരാം, 4 സിലിണ്ടർ തനിയെ നിറഞ്ഞു. എന്തൊക്കെ കേൾക്കണം? എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ചാടുന്നവരെ സമ്മതിക്കണം. പണക്കാരനാകാൻ ആഗ്രഹിക്കുന്ന പ്രവചനം വിശ്വസിക്കുന്ന മടിയനായ വിഡ്ഢി വിശ്വാസി, അവരെ പറ്റിക്കാം, എളുപ്പം പറ്റിക്കാം. കയ്യിലുള്ളതുകൂടി കൊണ്ടു കൊടുക്കും, പാസ്റ്ററുടെ പോക്കറ്റ് നിറയും. ഇന്ന് ന്യൂ ജനറേഷൻ സുവിശേഷകർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ദൈവത്തെ വിറ്റ് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ലോകത്തിൽ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും രോഗത്തിലും നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് അലറുന്ന സിംഹത്തെ പോലെ അവരെയൊക്കെ വിഴുങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശരീരം വിയർക്കാതെ ജീവിക്കുവാനുള്ള ഒരു ബാലപാഠമാക്കി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പങ്കുവച്ച അഭിപ്രായം. ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ അല്ലെങ്കിൽ സുവിശേഷകരെ കണ്ടുകൊണ്ട്, അവരുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ കൊടുത്തിരുന്നു. അതിൻ്റെ അടിയിൽ ഒരാൾ പങ്കുവച്ച കുറിപ്പാണത്. ദൈവത്തിൻ്റെ സുവിശേഷം ദുരുപയോഗം ചെയ്യുന്ന, കണ്ണടച്ച് പാല് കുടിക്കുന്ന, ഏറ്റവും വിദ്യാഭ്യാസവും സംസ്കാരവും ബുദ്ധിയും ധാരാളമുണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ മലയാളികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലല്ലേ ഇവരുടെ കോപ്രായങ്ങൾ? മലയാളികളിൽ നല്ലൊരു ശതമാനം പാവപ്പെട്ടവൻ്റെയും കഷ്ടപ്പെടുന്നവൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം ദശാംശങ്ങളുടെ പേരിൽ പിടിച്ചു വാങ്ങി സ്വത്തുക്കളും ആർഭാട ജീവിതവും നയിക്കുന്ന ഈ ന്യൂ ജനറേഷൻ സുവിശേഷകരുടെ പ്രവണത ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഇവിടെയാണ് ക്രിസ്തു, അവിടെയാണ് ക്രിസ്തു എന്നൊക്കെ പറയുന്ന അന്തിക്രിസ്തുക്കളെ വേർതിരിച്ചറിയുവാൻ കഴിയാതെ പോയ ബുദ്ധിയും സംസ്കാരവും വിവരമുള്ള നല്ല മലയാളികളെ ഓർത്ത് തലതാഴ്ത്തേണ്ട അവസ്ഥയാണിന്ന്. നാം വേർതിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട ഒരു കാലമാണിന്ന്.
ദൈവം നമുക്ക് നൽകുന്ന നന്മകളെ ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മുന്നോട്ടുള്ള വഴികൾ ഏറ്റവും പ്രകാശവും അനുഗ്രഹവും നിറഞ്ഞതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ നാം ചെയ്യേണ്ടത് സുവിശേഷ ബിസിനസ്സുകാരെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാതെ വിശ്വാസത്തോടെ യഥാർത്ഥ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ നാം എത്ര കാലം സുവിശേഷത്തെ ബിസിനസ്സാക്കി ജീവിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇളകും വരെ ഈ ഭൂമിയിൽ അവർ നമ്മെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പോക്കറ്റ് നിറയാൻ, അവരുടെ ആർഭാട ജീവിതത്തിന് വേണ്ടി, അവരുടെ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി. എന്തിനാണ് ഈ വക പേക്കൂത്തുകൾ? വിശ്വാസികളെ വിഡ്ഢികളാക്കുന്നതും അവരെ നിർദാക്ഷിണ്യം പൈശാചിക അധീനതയിൽ എറിഞ്ഞു കൊടുക്കുന്നതും പാസ്റ്റർമാരും അവരുടെ ഇത്തരം റിവൈവൽ ഭ്രാന്തുകളുമാണെന്ന് മനസ്സിലാക്കണം. എവിടെ മനസ്സിലാക്കാൻ? മനസ്സിലാക്കാത്തവരുണ്ടെങ്കിലേ ഇതുപോലെയുള്ളവരുള്ളൂ.